അവസാന കാലമാണ്. എന്തുകൊണ്ട് അവസാന കാലത്തിൻ്റെ അടയാളമൊക്കെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ യൂറോപ്യന്മാരെ ചെരുപ്പിന് ചെരുപ്പായി പിൻപറ്റിയില്ലേ? മനസ്സിലായില്ലേ? കന്നല്ലോ. ഒരു നന്മ ചെയ്യാൻ കഴിയില്ല. പെണ്ണിന് അധികാരമായിരിക്കും. പെണ്ണിൻ്റെ മേലെ ഒരാൾക്ക് മിണ്ടാൻ കഴിയില്ല. സ്വന്തം നാട്ടിലൊരു മനുഷ്യൻ വിദേശിയായി ജോലി പാർക്കേണ്ടി വരും. ആണോ അല്ലേ? സ്വന്തം നാട്ടിൽ വിദേശിയായിരിക്കും. ഇതൊക്കെ വന്നില്ലേ? അതല്ല, അതൊക്കെ നമ്മളെ കാലത്തിന് കണ്ടു കഴിഞ്ഞാൽ ഇതന്നെയല്ലേ ഇനി എന്ത്? ഇനിയിപ്പോൾ ഇത് പൊളിഞ്ഞാടുന്ന വരെ കാത്ത് കണ്ടല്ലോ. പൊളിഞ്ഞാടാൻ പിന്നെ ആലോചിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ. നമ്മളിങ്ങനെ വിചാരിക്കുക കുറച്ചു നേരം കൂടി ഉണ്ടാവും, അവസാനം പൊളിഞ്ഞാടിയാലോ. ഈ പറഞ്ഞ എല്ലാം കഴിഞ്ഞു, എല്ലാം വന്നു കഴിഞ്ഞു, ഒക്കെ വന്നു കഴിഞ്ഞു, എല്ലാം വന്നു കഴിഞ്ഞു. ദാമ്പത്തില്ലാത്ത വരെ വന്നു എന്നാണ് എൻ്റെ ഉറപ്പ്. ഞാൻ ഇപ്പോൾ പുളിക്കൂല, ഞാൻ ഇമ്മ തല്ലുണ്ടാണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ദാമ്പത്തില്ലാതൊക്കെ വന്നു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഒക്കെ വന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വന്ന വെച്ച അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അള്ളാഹിൻ്റെ ഹബീബ പറഞ്ഞത്. അപ്പോൾ ആ വാക്കിലൊക്കെ വലിയ അർത്ഥങ്ങളുണ്ടാവും. അടിമ ഉടമയെ പ്രസവിക്കുക ഒന്നില്ലേ? മക്കൾക്ക് അങ്ങനെ ബഹുമാനം, ബാപ്പാരെ ബഹുമാനമല്ല, ഉമ്മാനെ ബഹുമാനമല്ല. അങ്ങനെയാണ് ഒരു അന്തം വിടൽ. പൊതുവെ കുട്ടികൾക്ക്, മൊത്തം കുട്ടികൾക്കൊരു അന്തം വിടൽ, എല്ലാ കുട്ടികൾക്കും ഒരു അന്തം വിടലുണ്ട്. സത്യമല്ലേ? ഇപ്പോൾ ഉദാഹരണം, നിങ്ങളെ വീട്ടിൽ കയറി ചെന്നാൽ നിങ്ങളെ വീടുകളിൽ നിങ്ങൾ കുട്ടികളോട് ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഇതായിരിക്കും. എന്ത്? ലൈറ്റ് ഓഫ് ആക്കണേ, ഫാൻ ഓഫ് ആക്കണേ. എന്തുകൊണ്ട്? ലൈറ്റ് ഇടാൻ പോലും മറക്കൂല, ലൈറ്റ് ഓഫ് ആക്കാൻ മറക്കും. എല്ലാ വീടുകളിലും കുട്ടികളോട് പറയും. എന്തുകൊണ്ട്? പൊതുവെ കുട്ടികൾക്കൊരു അന്തം വിടലാണ്. ഒരു പരിസര ബോധം കുട്ടികൾക്കില്ല. ടീച്ചേഴ്സ് ഒരാളെ ബഹുമാനിക്കൂല. ഞാൻ കൂക്കി കുടുങ്ങിയിട്ട് നടത്തുന്ന ദാറുൽ ഖുർആൻ. ഇന്നലെ രാത്രി ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അള്ളാഹ് നിർത്തിയാലോ, ദാറുൽ ഖുർആൻ നിർത്തട്ടെ എന്ന് ഞാൻ ആലോചിക്കാത്തൊരു ദിവസമല്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച ഫലം ഉണ്ടാവണില്ല. അപ്പം എനിക്ക് തോന്നുന്ന നിർത്തിയാലോ പഠിച്ചോ, ആരോ എഴുതുന്നത് പഠിച്ചോട്ടെ, ഞാൻ എന്തിനതിൻ്റെയൊക്കെ പിന്നെ നടക്കണം എന്ന്. റിസൾട്ട് ഉണ്ടാവണില്ല, ഉണ്ടാക്കാൻ നമുക്ക് കഴിയൂല. എന്തുകൊണ്ട്? അവരെ കയ്യിൽ മൊബൈലാണ്. നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അവരെ നിയന്ത്രിക്കുന്ന ഡബിളാണ് പിശാച്. സത്യമല്ലേ? എനിക്ക് ഇന്നലെ നിങ്ങളാണ് അയച്ചെന്ന് വേറെ ആൾ അതായത് ഞാൻ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകളെ നന്നാക്കാൻ കഴിയില്ല. അതിന് ഇന്നലെ ഒരു ഡോക്ടർ എനിക്ക് കുറച്ച് ഒരു ഖണ്ഡിക വേറൊരാളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് അയച്ചെന്നിരുന്നു. ആരോ ഒരാൾ, ഓർമ്മയില്ല. അങ്ങനെയാണ് ആ കുട്ടികൾ നന്നാക്കാൻ നമുക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം അവരെ നിയന്ത്രിക്കുന്ന നമ്മളല്ല. നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ മാത്രമാണ്. നേരത്തെ ഭക്ഷണം കൊടുക്കൽ അത് അവരുടെ അവകാശമാണ്. മനസ്സിലായി പറഞ്ഞത്? നമ്മളെ ടൂറിന് പറഞ്ഞേക്കൽ അവരുടെ അവകാശമാണ്. പഠിക്കലും അവരെ ബാധ്യതയല്ല, നന്നാവലും അവരുടെ ബാധ്യതയല്ല. അത് അങ്ങനത്തെ അവസാനം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ടൂറിന് പോകൽ അവരുടെ അവകാശവും പറഞ്ഞേക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇക്കൊല്ലം നേരത്തെ തന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അടുത്ത കൊല്ലം 2 ദിവസത്തേക്കാൾ കൂടുതൽ ഞാൻ ടൂറിന് വിടൂല. കൊല്ലത്തിൽ ഒരു 2 ദിവസം ടൂറിന് വിടും, അല്ലാതെ വിടൂല. അപ്പോൾ മിക്കവാറും ഇക്കൊല്ലം കുറേ കുട്ടികൾ വരാതിരിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ടൂറിന് അങ്ങനെ ആവശ്യം പിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മൂപ്പര സ്ഥാപനത്തെ കൊണ്ട് ആവശ്യമില്ല. അങ്ങനെയാണ്. ഞാനാണെങ്കിലും അത് കാത്തുക്കുവാണ്. അവസാനത്തെ ആളും പോയാൽ പൂട്ടാനൊരു അവസരം ഉണ്ടായാൽ മതി, നടത്താൻ എനിക്ക് അവസരത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? എനിക്കിതൊക്കെ മടുത്തിട്ടുണ്ട്, നന്നായി കിട്ടൂല. കാരണം നന്നാക്കാൻ നമുക്ക് കഴിയില്ല. ഓലെ കയ്യിൽ ആജാതി മൊബൈലാണ്, ഓലെ അങ്ങനെ നന്നാക്കാൻ കഴിയും. അതെ, മദ്രസയിൽ ടൂർ കൂടുകയും സ്കൂളിൽ ടൂർ കുറയുന്നുണ്ട്. 2 ദിവസത്തേക്കാൾ കൂടുതലൊന്നും സ്കൂൾ ടൂറില്ല. അതേസമയം മദ്രസയിൽ ടൂറോട് വരും ടൂറാണ്. ബസ്സുകൾ 2-3 ബസ് ഓവർലോഡിലാണ് ടൂറിനാണ്.
അത്ഭുതം തന്നെയാണ്. ജീവിതത്തിൽ കേട്ടൊരു അത്ഭുതമാണല്ലോ. നല്ല രസമുണ്ടല്ലോ. എന്താ പറഞ്ഞത്? അതെ അതെ അതെ, കുട്ടികളെ മദ്രസയിൽ നിന്ന് ടൂർ ഉണ്ടാവുക. അപ്പൊ ടൂറ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഊട്ടി മക്കാമിലേക്ക് സിയാറത്ത്. ഊട്ടി മക്കാമിലേക്ക് സിയാറത്ത് ചെയ്യാൻ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇത് നന്നാക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെയാണ് ലോകം. കാരണം അവരെ കയ്യിലുള്ള സാധനം ആ ജാതിയാണ് മൊബൈലുകൾ. നന്നാക്കാൻ കഴിയില്ല. പിന്തിരിഞ്ഞു പോകണമെന്ന് പറയുന്നില്ല, ഭയങ്കര പണിയാണ്, ഭയങ്കര പണിയാണ്. അപ്പൊ ഇതാണ് അപ്പൊ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. എൻ്റെ സമുദായത്തിൽ എന്നാലും അതിൽ പണിയെടുത്ത ഒരാൾ നന്നാക്കാൻ കഴിഞ്ഞാൽ അവന് വലിയ കൂലി കിട്ടും. ചെറിയ കൂലി നല്ല വലിയ കൂലി കിട്ടും. 70 സ്വഹാബികളുടെ കൂലിയും അവന് ലഭിക്കാം എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. وما قال في عيسى سلول لحزبه. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞത്, അത് വല്ലാത്ത അവിടുത്തെ സമുദായത്തിനൊരു വല്ലാത്ത ആനന്ദവും സന്തോഷവുമാണ്. എന്താ പറഞ്ഞത്? ലയുദ്രിക്കന്നൽ മസീഹു മിൻ ഹാദിഹിൽ ഉമ്മ അഖ്വാമൻ ഇന്നഹും ലമിത്ലുക്കും. ഈസാ നബി അലൈഹി സ്വലാം എന്റെ സമുദായത്തിൽ ചില ജനങ്ങളെ കണ്ടെത്തും. ഇന്നഹും ലമിത്ലുക്കും, അവർ സ്വഹാബികളെ നിങ്ങളെപ്പോലെ ആയിരിക്കും. ഔ ഖൈറും മിൻകും, അല്ല നിങ്ങളെക്കാൾ ഉത്തമരായിരിക്കും. ഈസാ നബി വരുന്ന കാലത്തോടെ കുറച്ചാളുണ്ടാവും, അവര് നിങ്ങളെപ്പോലെ ആയിരിക്കും. ഔ ഖൈറും മിൻകും, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കാൾ ഉത്തമരായിരിക്കും. കാരണം എന്തുകൊണ്ട്? അത്രയും പ്രയാസത്തിലാണ് അവർ ജീവിക്കുക. അല്ലാഹുവേ പഠിച്ചോനെ, ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ അങ്ങനെ ആക്കി തരണമേ റബ്ബേ. ആ കൂട്ടത്തിൽ ഖാലഹാ സലാസൻ, ഈ വാക്ക് റസൂലുള്ള 3 തവണ പറഞ്ഞു. ഈസാ നബി വരുന്ന കാലത്ത് ഇവിടെ ജനങ്ങളുണ്ടാവും. ആ ജനങ്ങൾ നിങ്ങളെപ്പോലെ ആയിരിക്കും. അന്ന് ഈ സമുദായത്തിൽ ഉറച്ചിക്കണവര് പേര് മുഹമ്മദ് നാക്കിയിട്ട് കാര്യമല്ല, സമുദായത്തിൽ നിൽക്കണം. ഞങ്ങളോട് പറഞ്ഞല്ലോ, ഒരു മഹല്ലുകാർ ജമാഅത്തിനും ജുമാഅക്കും ആള് കുറഞ്ഞപ്പോൾ പോയി കണ്ടപ്പോൾ പറഞ്ഞ മറുപടി നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? ഇങ്ങോട്ട് വരണ്ട. ജമാഅത്തിന് ആള് കുറഞ്ഞു വിചാരിച്ചു ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരും. അത് ഞങ്ങൾ നിങ്ങളെ പടച്ചോനെന്ന് വിശ്വാസമല്ല. പിന്നെന്തിനാ വരുന്നത്? ഞങ്ങൾക്ക് പെണ്ണിട്ടണം, അതിന് വരികയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു ആ മഹല്ലേൽ എന്നോട്. ബാല്യക്കാർ പള്ളിയിൽ ജമാഅത്തും ആള് പറയുമ്പോൾ കമ്മിറ്റിക്കാർ എന്നിങ്ങനെ ഇറങ്ങി നടന്ന് വൈകുന്നേരം ചെക്കന്മാരൊക്കെ ഒന്ന് കണ്ട് വർത്താനം പറയാൻ തീരുമാനിച്ചു. അങ്ങനെ അങ്ങാടിൻ്റെ നാട്ടിൽ കുറച്ചാൾ നിൽക്കുന്നുണ്ട്, ആ മഹല്ലേർ തന്നെ. അപ്പോൾ ബാല്യക്കാരെടുത്ത് ചെന്നു. പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരികയാണ് എന്ന് പറഞ്ഞു തന്നെ പറഞ്ഞു. പിന്നെ ആ ജമാഅത്തിന് വിളിക്കാം, ഞങ്ങൾ തികഞ്ഞു. ഞങ്ങൾക്ക് നിങ്ങളാ പറഞ്ഞ പഠിച്ചോനെന്നും വിശ്വാസമില്ല. പിന്നെന്തിനാ ഞങ്ങൾ വരുന്നത്? ഇടക്കിടക്ക് വരുന്നത് അത് ഞങ്ങൾക്ക് പെണ്ണിട്ടാൻ വേണ്ടി വരിക. നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കൂലല്ലോ ഇടക്കിടക്ക് പള്ളിയിലൊന്നും വന്നാൽ. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളെ പഠിച്ചോനെന്നും വിശ്വാസമല്ല. ആരാ പറയുന്നത്? ഈ നാമധാരികൾ. ഒരേ സമുദായം എന്ന് പറയാൻ പറ്റില്ല. ഞാനാണ് കൂടും. അപ്പൊ ഇന്ന് നേരം വിളിച്ചിട്ട് ഒരാൾ എനിക്ക് കാണിച്ചതാണ് എന്ത്? 5 വക്ത് നിസ്കരിക്കുന്ന പെൺകുട്ടികൾ നട്ടപ്പാതിരൊക്കെ തുള്ളുന്നത്, ഡാൻസ് ചെയ്ത് തുള്ളുക. തെറ്റായി അവർക്ക് തോന്നണില്ല, തെറ്റായി തോന്നുന്നേയില്ല. ചിന്തിക്ക്, തെറ്റായിട്ട് തന്നെ തോന്നണില്ല. സമുദായമാണ് ഇങ്ങനെയാവുന്നത്. ആരും ചെയ്യുമ്പോൾ നമുക്ക് പറ്റൂല. ഏതോ ഫെമിനിസ്റ്റുകളായ പെണ്ണുങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങി 4 മുദ്രാവാക്യം വിളിക്കുന്നതിനെ എതിർക്കാൻ നമ്മളില്ല. പക്ഷെ നമ്മളെ ലേബിളില്ല പണി നടക്കുക. ഒരു പ്രമുഖമായ മുസ്ലിം സംഘടന ഈ കഴിഞ്ഞ വർഷം ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ 25,000 പെണ്ണുങ്ങളെയാണ് ഒരങ്ങാടി മുഴുവനും മണിക്കൂറുകൾ ചുറ്റിച്ചത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പണ്ഡിത സംഘടന അതിനെതിരെ ഒരു ഫത്വ പുറപ്പെടുവിച്ചില്ല. ഏതെങ്കിലും ഒരു പണ്ഡിത സംഘടന ഒരു പ്രമേയം പാസാക്കിയില്ല. ഇത് കണ്ടിരിക്കുന്ന ഒരു 3ാമത്തെ വിഭാഗം ഉണ്ട് ഇവിടെ. അവർക്ക് മതത്തിൽ വിശ്വാസം തന്നെ ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ തട്ടിപ്പാന്ന്. ഇത് തട്ടിപ്പല്ലെങ്കിൽ പിന്നെന്താണ് തട്ടിപ്പ്? ഈ മതസംഘടനകൾ തട്ടിപ്പല്ലെങ്കിൽ പിന്നെന്താണ് തട്ടിപ്പ്?
ചോദിക്കും. ഒരു പ്രമുഖമായ മുസ്ലിം സംഘടന കഴിഞ്ഞ വർഷം ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട പട്ടണത്തിലൂടെ 25,000 യുവതികളെ ചിറ്റിച്ചു. ഒരു പണ്ഡിത സംഘടന ഒരു പ്രമേയം പാസാക്കി. അതും പെടുന്നതിന് നാളെ രാവിലെ കൂട്ടിയതല്ല, മാസക്കണക്കിന് അവർ പ്രഖ്യാപനം നടത്തി ഞങ്ങൾ 25,000 പെണ്ണുങ്ങളെ അണിനിരത്തുമെന്ന് പറഞ്ഞ് അവർ ചെയ്തതാണ്. ഏതെങ്കിലും ഒരു പണ്ഡിത സംഘടന, ഏതെങ്കിലും ഒരു പണ്ഡിത ധർമ്മം, ഒരു പണ്ഡിത സംഘടന ഒരു പണ്ഡിത ധർമ്മം നിർവഹിച്ചില്ല. ഒരു പ്രമേയം പാസാക്കാതെ ഇത് അനിസ്ലാമികമാണ്, അതിനെ ഞങ്ങൾ എതിർക്കുന്നു. 4 പെണ്ണുങ്ങൾ ജുമാക്കുകയാണെങ്കിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഈ പണ്ഡിത സംഘടനകൾ ഈ പെണ്ണുങ്ങൾ ജുമാക്കണമെന്ന് ഞാൻ പറയല്ല, ഞാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. 4 പെണ്ണുങ്ങൾ ജുമാക്ക് പോകുകയാണെങ്കിൽ എതിർക്കുമല്ലോ. ഒരു കള്ളുടിച്ചാൻ പോകണ്ടല്ലോ, ഒരു എടുക്കണ് പറയണങ്ങായി എടുക്കണ് പള്ളിയേക്ക് നിസ്കരിക്കാൻ പോണേ എതിർക്കുമല്ലോ, എതിർക്കൂലേ? പറയും മനുഷ്യന്മാരെ, പള്ളിയേക്ക് നിസ്കരിക്കാൻ 4 പെണ്ണുങ്ങൾ പോകുകയാണെങ്കിൽ എതിർക്കുമല്ലോ. ജുമായില്ലോ. 25,000 യുവതികൾ ഈ കഴിഞ്ഞ വർഷം മണിക്കൂറുകൾ ഒരു പട്ടണത്തിൽ റോന്ത് ചുറ്റിച്ചിട്ട് ഒരു പണ്ഡിത സംഘടന ഒരു പ്രമേയം പാസിലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങളെ തീം? എന്താണ് ഈ സമുദായം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾക്ക് ഞങ്ങൾ എവിടെ നിർത്തും? നിങ്ങൾ എവിടെ നിർത്തി നിൽക്കണ്ട, ഞങ്ങളെവിടെ വിളിച്ചെറിഞ്ഞു. നിങ്ങളെയൊക്കെ ബാധിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്റെ കൽബിൽ നിങ്ങളില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നാടക സാബ് ഒക്കെ നാടകം, എല്ലാം നാടകം. എന്താന്ന് പറഞ്ഞാല് ദീനുണ്ടെങ്കിൽ പറയാലോ. 4 പെണ്ണുങ്ങൾ ജുമയാക്കുകയാണെങ്കിൽ നിങ്ങൾ എതിർക്കുമല്ലോ. ഒരു കള്ളുടിച്ചാൻ പോകല്ലോ, ഒരു പൊലിയാടാൻ പോകല്ലോ, ചുമയാക്കുകയല്ലേ, നിങ്ങൾ എതിർക്കുമല്ലോ. 25,000 പെണ്ണുങ്ങളെ ഞങ്ങൾ ഇന്നാലിന്ന ടൗണിൽ അണിനിരത്തുമെന്നും നമ്മൾ മുദ്രാവാക്യം വിളിപ്പിക്കുമെന്നും ഞങ്ങൾ പൊന്തിയൊറ്റിക്കുമെന്നും അവർ മാസക്കണക്കിന് മുമ്പ് പ്രഖ്യാപിച്ച് നടത്തിയിട്ട് നിങ്ങളൊരു പ്രമേയം പാസാക്കില്ലല്ലോ. എടാ പണ്ഡിത മൂരാച്ചികളെ, എന്താണ് അതിന്? നിങ്ങളൊക്കെ ഒക്കെയാണ്. ഞങ്ങളൊന്നും എൻ്റെ രോമത്തിന് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പോകാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങളെ മുൻഗാമികളെ കൂട്ടത്തിൽ പോകാൻ ആഗ്രഹമുള്ളൂ. നിങ്ങൾ കണ്ടമാതിരി കുട്ടികളെ, നിങ്ങൾ എന്ത് കിട്ടിയാലും എനിക്ക് നിങ്ങളെ രോമം മാത്രമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. അവിടെ എത്തി സമുദായം ഇത് കാണുന്ന ഒരു 3ാമത്തെ കക്ഷി. ഈ 3ാമത്തെ കക്ഷി ഈ മനുഷ്യന്മാരുണ്ട്, ഈ യുവാക്കൾ. അവർക്ക് എന്താ ഒരിത് ചോദിച്ചാൽ എന്താ മറുപടി അറിയാം? നിങ്ങൾക്ക് എന്ത് തീനാന്ന് ചോദിച്ചാൽ എന്താ മറുപടി അറിയാം? അല്ലെങ്കിലും ഇന്ന് നിരീശ്വരവാദികളായ എക്സ് മുസ്ലിംസ് ഒക്കെ അള്ളാനെ വെറുത്തു പോയതല്ല, പണ്ഡിതന്മാരെ വെറുത്തു പോയതാണ്. അവരൊക്കെ പറ്റി പറഞ്ഞത് പണ്ഡിതന്മാരുടെ നിലപാട് ശരിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മതം വിട്ടുന്ന ആണോ? അല്ലേ? പടച്ചോനില്ല എന്നവർക്ക് ഒരു തെളിവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ കെട്ടിയെന്ന് പഠിക്കാത്തതുകൊണ്ട് അതിൻ്റെ പുതിയ പുസ്തകമുണ്ട്, തിരുദൂതർ 2ാം ഭാഗം നിറവ് എന്ന പുസ്തകം. ആ പുസ്തകം വായിച്ചിട്ട് ആൺകുട്ടികളുണ്ടെങ്കിൽ മറുപടി അറിയാം. ആയിഷ ബീവി ഞാൻ മനോഹരമായി കൊടുത്തിട്ടുണ്ട്, യഥാർത്ഥ പുസ്തകം. ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ പെണ്ണുങ്ങളൊക്കെ ആയിഷ ബീവിമാരാവുകയും അവരൊക്കെ റസൂലിനെ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം. അത്രയും സത്യമാണത്. ആയിഷ ബീവി റസൂലല്ല, ആരെ കല്യാണം കഴിക്കാൻ? റസൂൽ ബാലവിവാഹം നടത്തി എന്ന് പറയുന്ന ആളുകൾക്ക് എൻ്റെ പുസ്തകം പുറത്തിറങ്ങിയാൽ അവരെ ചിരിക്കാൻ അടിക്കും. ഇൻഷാ അല്ലാഹ് എനിക്ക് എൻ്റെ റസൂലിനോടല്ലാതെ ഒരാളും ഒരു തലക്കെട്ടവരോട് എനിക്ക് പറ്റിയതില്ല. എനിക്ക് അള്ളാഹുവിനോടും റസൂലിനോടും അല്ലാതെ ഒരു പാട്ടില്ല. ചിന്തിച്ചോളി, നിങ്ങൾക്ക് മേലൊക്കെ ഒന്ന് കിടന്ന് ആലോചിച്ചോളി, നിങ്ങളെ ദീൻ എന്താണ്? എല്ലാവർക്കും കൂടി ഒരു കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊന്ന് കാണായിരുന്നല്ലോ. അത് നമ്മുടെ ദീനിനെതിരാണ്, നമുക്കത് പറ്റൂല. എന്തെങ്കിലും കാണാൻ ബാർലിനെ മുഴുവനും പനക്കൽക്ക് പായണ മാതിരി പായണുണ്ടല്ലോ. എന്തേ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടിട്ട് ഇത് ഇസ്ലാമിനെതിരാണ് എന്ന് മൂല്യന്മാരെ, തലയക്കെട്ടുകാരെ, തങ്ങന്മാരെ, കോജാക്കളെ ഞങ്ങൾ പറയുന്നു.
നിങ്ങൾക്ക് ദീനല്ല ലക്ഷ്യം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അതേ നിങ്ങൾ ഒരു സാധുവായ പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നപ്പോൾ ഓടിച്ചു വിടുകയും ചെയ്തു. ഒരു സാധുവായ പെൺകുട്ടി 8 കൊല്ലം 10 കൊല്ലം മദ്രസയിൽ പഠിച്ചപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ ഓടിച്ചു വിട്ടു. അതേ നിങ്ങൾ, അത് ഒരു സാധു കുട്ടി, പെണ്ണിൻ്റെ ഒരു അലാമത്തും ആ കുട്ടിയിലില്ല. അങ്ങനത്തെ ഒരു കുട്ടി. 25,000 യുവതികൾ ഒരു ടൗൺ മുഴുവനും മണിക്കൂർ കണക്കിന് ഉപരോധിച്ചിട്ട് നിങ്ങൾ മിണ്ടിയില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ, അത് പി.കെ. കുഞ്ഞാലി സാഹിബിനെ കണ്ട് പണ്ഡിത സംഘടനകൾ പറഞ്ഞിരുന്നെങ്കിൽ അത് കുഞ്ഞാലി സാഹിബ് സ്വീകരിച്ചിരിക്കുമെന്നാണ്. എന്തുകൊണ്ട് ഇനി എന്താണെങ്കിലും അദ്ദേഹം പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ പണ്ഡിതന്മാരൊരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന മനുഷ്യനാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് വഹിച്ചിട്ടില്ല, PMA സലാമിനെ വഹിച്ചിട്ടില്ല. പെണിച്ചത് തലയെ കെട്ടുകാരെ നിങ്ങൾക്കാണ്. നിങ്ങൾ അത്രയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. ഇനി നിങ്ങൾ എന്താണല്ലോ സ്വീകരിക്കില്ല. കാരണം അവർ തെറ്റിയതെന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള കാര്യം നിങ്ങൾ ബോധ്യപ്പെടുത്തിയല്ലോ, അവർക്കറിയാലോ. അത് നിങ്ങൾ പണ്ഡിതന്മാരെല്ലാവരും കൂടെ കണ്ട് കുഞ്ഞാലി സാഹിബിനെയോ മറ്റോ കണ്ട് അതിൻ്റെ തീരുമാനമുണ്ട്. അത് വേണ്ട നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ നിർത്തി വെക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓർഡർ ഇട്ടുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് വിലയുണ്ടായിരുന്നു. എന്തേ വിലല്ലേ? അപ്പം നിങ്ങൾക്ക് വിലയുണ്ട്. അപ്പം നിങ്ങൾക്ക് വിലയില്ല. നിങ്ങളെ പ്രമേയത്തിന് എന്ത് വിലയുള്ളത്? തീട്ടം തുടക്കണ വില ഉണ്ടോ പ്രമേയത്തിന്? പോയി ഇടം മൂരാച്ചികളെ പണി നോക്കി ആരടങ്ങളൊക്കെ വില വെച്ച്. ഒന്നും വിചാരിക്കണ്ട, പറഞ്ഞിട്ട് കാര്യമല്ല. ഒന്നും വിചാരിക്കണ്ട. എനിക്ക് നിങ്ങളൊന്നും ഒരു കണക്കുമില്ല. അള്ളാഹ്ക്ക് ഞാൻ മരിക്കാൻ വേണ്ടി കാത്തു കൊടുത്തിരിക്കുക. ഇസ്രായേൽ വന്നാൽ പോകും. ഭൂമിൻ്റെ അടിയിൽ തല്ലിട്ടരുതെന്ന് മാത്രം എനിക്ക്. ഭൂമിൻ്റെ മുകളിൽ നിങ്ങൾ സ്റ്റേജ് മക്കാരി കുത്തിരുന്നാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും തരണമെന്നൊന്നും എനിക്കില്ല. ഭൂമിൻ്റെ അടിയിൽ നിന്ന് എത്ര മലക്കുകൾ പറയണം എന്ത് റഹ്മത്തുള്ള കാര്യം എന്താണെങ്കിലും കുറേ കാലം പറ്റിയത് പറഞ്ഞ് നടന്നിക്കണമെങ്കിലും അവസാന കാലത്തൊക്കെ നേരെയായി ഇത്രയും എനിക്ക് ആഗ്രഹമുള്ളൂ. പഴയ ആദ്യകാലത്തൊക്കെ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ പറ്റിയതൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിലും അവസാന കാലമായപ്പോഴത്തേന് മൂപ്പര് കുറച്ചൊക്കെ തല്ല് കിട്ടണ്ട, മൂപ്പർക്ക് തല്ല് കിട്ടേണ്ട ജാതി വർത്താനം മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂപ്പർക്ക് ഇനി നമ്മളായി തല്ല് കൊടുക്കേണ്ടെന്ന് അവർ തീരുമാനിക്കും. ഇൻഷാ അല്ലാഹ് അത്രേ ആഗ്രഹമുള്ളൂ. ഒന്നും വിചാരിച്ച ഞാനിങ്ങളിൽ മുമ്പേ രോമത്തിൻ്റെ കുത്തി നിങ്ങളെ ഞാൻ വെച്ചിട്ടില്ല. ഇന്ന ഒരു ചുക്കും ചെയ്യാൻ അങ്ങോട്ട് കഴിയൂല. ഞങ്ങളൊക്കെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞ് എന്നും നിങ്ങളെ ഞാൻ ഒഴിവാക്കി. അള്ളാന്റെ ദീൻ നിങ്ങളുടെ കയ്യിലില്ല. ഈ നാടകം മാത്രമേ ഉള്ളൂ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലയുദ്രിക്കന്ന ഈസ മിൻ ഹാദിഹിൽ ഉമ്മത്തി അഖ്വാമൻ ഇന്നഹും ലമിസ്ലുക്കും ഔ ഖൈറു മിൻകും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു ഫയാ റബ്ബി, എൻ്റെ റബ്ബേ, ഫസ്ലുക് ബി, എന്നെ നീ പ്രവേശിപ്പിക്ക്, ഫഹ്സ്ബി, എൻ്റെ കൂട്ടത്തെയും, സിറാത്തഹു, ആ നബിയുടെ മാർഗത്തിൽ അല്ലാഹു തൗഫീഖ് തരണമേ റബ്ബേ. വലൗ കാന ഖബ്ദുൽ ജംറി, തീക്കട്ട പിടിക്കൽ ആണെങ്കിൽ പോലും, ഫീ ഖഫ്വി നഹ്ജിഹി, ആ നബിയുടെ മാർഗത്തെ പിന്തുടരുക എന്ന വിഷയം, ആ നബിയുടെ മാർഗത്തെ യഥാർത്ഥമായി പിൻപറ്റുക എന്നത് തീക്കട്ടകൾ പിടിക്കുന്നത് പോലെ ആണെങ്കിൽ പോലും ആ മാർഗത്തിൽ തന്നെ എന്നെ നിർത്തണമേ പഠിച്ചോന്. 975 മഹാമരിക്കണത് കഴിഞ്ഞിപ്പോ 50 കൊല്ലായി. അന്ന് തീക്കട്ടാണെങ്കിൽ എന്ന അവസ്ഥ എന്താ? ഫയാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഫസ്ലുക് ബി, എന്നെ നീ പ്രവേശിപ്പിക്ക്, വഹ്സ്ബി, എന്റെ സംഘത്തെയും, സിറാത്തഹു, മുസ്തഫ നബിയുടെ കൂട്ടത്തിൽ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വലൗ കാന ഖബ്റുൽ ജംറി, തീക്കട്ടകൾ പിടിക്കലാണെങ്കിൽ പോലും, ഫീ ഖഫ്വി നഹ്ജിഹി, ആ നബിയുടെ മാർഗത്തെ പിന്തുടരുക എന്ന വിഷയത്തിൽ. മനസ്സിലായില്ലേ? നെഹ്ജ് മാർഗം, ഖഫ് പിന്തുടരുക, ആ നബിയുടെ മാർഗത്തെ പിന്തുടരുക എന്ന വിഷയത്തിൽ തീക്കട്ടകൾ പിടിക്കലുണ്ടെങ്കിൽ പോലും, തീക്കട്ടകൾ പിടിക്കലുണ്ടെങ്കിൽ പോലും, ഫീ ഖഫ്വി നഹ്ജിഹി, നബിയുടെ മാർഗത്തെ പിന്തുടരുക എന്ന വിഷയത്തിൽ തീക്കട്ടകൾ പിടിക്കുക എന്ന കാര്യം ഉണ്ടെങ്കിൽ പോലും എന്നെ ആ മാർഗത്തെ തന്നെ നീ ആക്കണമേ റബ്ബേ. അതായത് ഈ അവസാന കാലത്ത് നബിയെ പിൻപറ്റിയാൽ എന്താണത്? ഇതിവിടെ ഒരിക്കലാണ് വാലിട്ട് തലയെ കെട്ടൽ, കുപ്പായം കുറച്ച് നീട്ടൽ, ഇതൊന്നും തീക്കട്ട പിടിക്കലല്ല. ഒരു കൂട്ടക്കാര് ദീനാകാൻ വേണ്ടി, ദീനിൽ ചേരാൻ വേണ്ടി എന്താ ചെയ്യണത്? കുപ്പായം നീട്ടുക, തലയെക്കെട്ട് നീട്ടുക. അലിപ്പും ബാവും തീരില്ലെങ്കിലും കുപ്പായൊക്കെ നീട്ടി തലയെക്കെട്ട് നീട്ടി സുന്നത്ത് നിസ്കരിക്കുക, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ അതൊന്നല്ല ഇതിലെ പണി. ഇതിന്റെ പണി എന്ത്? ഇവരെന്തിനെ പിടിക്കണം? ഹക്കിനെ പിടിക്കണം. അതാണ് പണി. അത് തലണ്ടാവൂല.
വലൗ കാന ഖബ്ദുൽ ജംദി ഫീ ഖഫ്വി നഹ്ജിഹി, വലൗ കാന ഖബ്ദുൽ ജംദി തീക്കട്ടകൾ പിടിക്കല ഉണ്ടെങ്കിൽ പോലും ഫീ ഖഫ്വി നഹ്ജിഹി, നഹ്ജ് മാർഗം, നബിയുടെ മാർഗത്തെ പിന്തുടരുക എന്ന വിഷയത്തിൽ തീക്കട്ടകൾ പിടിക്കൽ ഉണ്ടെങ്കിൽ പോലും എന്നെ ആ മാർഗത്തിൽ തന്നെ നീ പ്രവേശിപ്പിക്കണമേ. ഫയറബി, എന്റെ രക്ഷിതാവേ, ഫസ്ലുക് ബി, എന്നെ നീ പ്രവേശിപ്പിക്ക്, വഹിസ്ബി, എന്റെ കൂടെയുള്ളവരെയും, സിറാത്തഹു, ആ നബിയുടെ മാർഗത്തിൽ. വലൗ കാന ഖബ്ദുൽ ജംദി തീക്കട്ടകൾ പിടിക്കൽ ഉണ്ടെങ്കിൽ പോലും ഫീ ഖഫ്വി നഹ്ജിഹി, നബിയുടെ മാർഗത്തെ പിന്തുടരുക എന്ന വിഷയത്തിൽ തീക്കട്ടകൾ പിടിക്കൽ ഉണ്ടെങ്കിൽ പോലും എന്നെ നീ ആ മാർഗത്തിൽ തന്നെ ആക്കണമേ. അലൈഹി സ്വലാത്തുൽ ഹഖ്, ആ നബിയുടെ മേൽ ഹഖ് തആലയുടെ സ്വലാത്ത് ഉണ്ടാകട്ടെ. ഫീ കുല്ലി ലഹ്ളത്തിൻ, എല്ലാ സന്ദർഭത്തിലും. വഅൽ വാലി, ആലോടുകൂടെ, വല്ല സ്വഹാബി, അസ്വഹാബിനോട് കൂടെയും. വൽ മുഖ്തദി ബിഹി, ആ നബിയോട് പിൻപറ്റുന്ന എല്ലാവർക്കും സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. മുഖ്തദി ബിഹി, നബിയോട് പിൻപറ്റുന്നവർക്കും ആ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. അലൈഹി സ്വലാത്തുൽ ഹഖ്, ഹഖ് തആലയുടെ സ്വലാത്ത് ഉണ്ടാവട്ടെ നബിയുടെ മേൽ. ഫീ കുല്ലി ലഹ്ളത്തിൻ, എല്ലാ സെക്കൻഡുകളിലും നിമിഷങ്ങളിലും. മഅലാലി, ആലോടുകൂടെയും, വല്ല സ്വഹാബി, അസ്വഹാബിനോട് കൂടെയും. വൽ മുഖ്തദി ബിഹി, നബിയോട് പിൻപറ്റുന്നവരോട് കൂടെയും. അവർക്കും എല്ലാവർക്കും ആ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. ربنا توفنا مسلمين وألحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.